ഹലോ കൂട്ടുകാരെ, ജിഫീസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു തനി നാടൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്, നമ്മുടെ വാഴക്കൂമ്പ് തോരൻ. അപ്പം നമുക്ക് കൂടുതൽ ആമുഖമൊന്നും വേണ്ട, എങ്ങനെയാണ് നമുക്ക് നല്ലൊരു വാഴക്കൂമ്പ് തോരൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എനിക്ക് അത്യാവശ്യം വലിപ്പമുള്ളൊരു വാഴക്കൂമ്പാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നാടനൊന്നും അല്ല കേട്ടോ, ഞാൻ കടയിൽ നിന്ന് മേടിച്ചു. എന്നിട്ട് നമുക്കിതിൻ്റെ ഓരോ കൂമ്പും ഇങ്ങനെ കൂമ്പെന്നല്ലേ ഇതിനെ പറയണേ, കൂമ്പിൻ്റെ ഇതളുകൾ ഇങ്ങനെ പൊളിച്ച് നമുക്ക് മാറ്റാം. ഇപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള പൂക്കളൊന്നും നമുക്ക്, അതായത് അതിൻ്റെ ഉള്ളിൽ കാണുന്ന വെള്ള നിറത്തിലെ വാഴക്കൂമ്പിലെ പൂവൊന്നും ഈ ഒരു പരുവത്തിലുള്ള നമുക്ക് കറക്കിയെടുക്കാൻ പറ്റത്തില്ല. കാരണം അത് എത്രയൊക്കെ മുറിച്ചെടുത്താലും വല്ലാത്തൊരു വൈക്കോല് കടിക്കണ മാതിരി ഇരിക്കും. ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറി അത്യാവശ്യം ഒരു വൈറ്റ് കളർ കാണുന്ന ഒരു വശത്ത് എത്തുമ്പോഴത്തേനൊക്കെയുള്ള പൂവൊക്കെ നല്ല കക്ക് പൂവായിരിക്കും. അതൊക്കെ നമുക്ക് അരിഞ്ഞ് കറിയുടെ കൂടെ ചേർക്കാം. എന്ത് വലിയ വാഴക്കൂമ്പായിരുന്നു അല്ല, അതിപ്പോൾ പൊളിച്ചൊരു കുഞ്ഞു താമരമുട്ടിൻ്റെ അത്ര ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനെ അരിഞ്ഞെടുക്കാം കേട്ടോ. ഞാൻ അരിഞ്ഞെടുക്കുന്നതിന് മുന്നേ തന്നെ രണ്ട് കൈയിലും നന്നായിട്ട് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ പുരട്ടും. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കറ പിടിച്ചാൽ കഴുകി കളഞ്ഞ പോവത്തില്ല. അപ്പം അതുകൊണ്ട് ആദ്യം തന്നെ വെളിച്ചെണ്ണയൊക്കെ പുരട്ടിയ ശേഷം ഞാൻ ആദ്യമേ എപ്പോഴും ഇതിൻ്റെ പൂവാണ് അരിഞ്ഞെടുക്കുക. പൂ വളരെ കുറച്ചേ ഉള്ളൂ, അപ്പോൾ അത് ആദ്യം അങ്ങ് അരിഞ്ഞു മാറ്റിയ ശേഷം അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് കുഴച്ച് വെക്കും. കുറച്ച് നേരം നമ്മൾ ഈ പൂവും വാഴക്കൂമ്പൊക്കെ അരിഞ്ഞു വെച്ച് കഴിയുമ്പോൾ അതിലൊരു കറുത്ത കളറ് വരും, വളരെ പെട്ടെന്ന് കറുത്ത കളറ് വരും. അപ്പം അതൊന്ന് മാക്സിമം ഒഴിവാക്കാനാണ് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതങ്ങനെ പുരട്ടി വെക്കുന്നത്. അപ്പോൾ നമുക്കിനി വാഴക്കൂമ്പ് അരിഞ്ഞു തുടങ്ങാം. മിക്കവരും ഇങ്ങനെ വാഴക്കൂമ്പ് കൊത്തിയായിരിക്കും അരിയുന്നത്. ഞാൻ അങ്ങനെയല്ല, ഞാനിങ്ങനെ ഒരു കത്തി യൂസ് ചെയ്തിട്ട് ചരിച്ചിങ്ങനെ നീളത്തിൽ അരിഞ്ഞു കൊടുക്കും. അപ്പം നമുക്ക് വട്ടത്തിലല്ല, നീളത്തിൽ തന്നെ നമുക്കിപ്പോൾ ക്യാരറ്റൊക്കെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കത്തില്ലേ, നമ്മൾ അതുപോലെ നമുക്ക് നീളത്തിൽ നമുക്ക് അരിഞ്ഞ് എടുക്കാൻ പറ്റും. എനിക്ക് അതാണ് ഇഷ്ടം. ഉള്ളിലേക്ക് കുറച്ച് അരിഞ്ഞൊരു നടുഭാഗം എത്തുമ്പോഴത്തേനും അതൊന്ന് നാലായിട്ട് മുറിച്ചിട്ട് അതുപോലെ അരിഞ്ഞു കൊടുക്കും. അപ്പോൾ അതവിടെ അങ്ങനെ ഇരിക്കട്ടെ. കുറച്ച് വെളിച്ചെണ്ണയൊക്കെ പുരട്ടി നമ്മളിത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിതിന് വേണ്ടുന്നുള്ള തേങ്ങാക്കൂട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു പച്ചമുളക്, ഒരു 3-4 അല്ലി ഉള്ളി, ഒരു 5 അല്ലി വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ 5-6 എടുക്കാം. 5-6 അല്ലി വെളുത്തുള്ളി, നമ്മൾ ചിരകി വെച്ചിട്ടുള്ള നമ്മുടെ ഒരു മുറി തേങ്ങ, ആവശ്യത്തിന് വേപ്പില, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഇത്രയും സംഗതികൾ ഇട്ടിട്ട് നമുക്ക് ഈ തേങ്ങാക്കൂട്ട് വെള്ളം ഒഴിക്കാതെ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അതിൽ പച്ചമുളക് ഉള്ളിയൊക്കെ ഒന്ന് ജസ്റ്റ് ചതഞ്ഞ് കിട്ടണം, അത്രയേ ഉള്ളൂ. കൂടുതൽ അരയാൻ പാടില്ല, അരഞ്ഞു പോയാൽ പോയി, ആ ഒരു ടേസ്റ്റേ കിട്ടത്തില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ആ മിക്സ് എടുക്കുക. ഇനി നമുക്ക് നേരെ തോരൻ വെക്കുന്നതിലേക്ക് കിടക്കാം. ഒരു പാനോ അല്ലെങ്കിൽ ചട്ടിയോ എന്തെങ്കിലും അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ നാടൻ റെസിപ്പികൾക്കൊക്കെ നമ്മുടെ നല്ല ആട്ടിയ വെളിച്ചെണ്ണ തന്നെയാണ് രുചിക്ക് നല്ലത്. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടി വരുമ്പോഴത്തേനും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. ചുവന്നുള്ളി പതിയെ ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോഴത്തേനും അതിലേക്ക് നമ്മളൊരു 5-6 ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. വറ്റൽമുളക്, പെരിയൻ മുളക്, കൊള്ളൻ മുളക്, ഇതൊക്കെയാണ് പല സ്ഥലങ്ങളിലും പലരും പറയുന്നത് കേട്ടോ. അതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. നമ്മളിവിടെ വറ്റൽമുളക് എന്നാണ് പറയുന്നത്, പിന്നെ ഉണക്കമുളക് എന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറയും. അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി തീരെ ഇടേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ആ ഒരു കളറ് കിട്ടണമെങ്കിൽ മുളക് പൊടി ഇട്ടാൽ പറ്റത്തില്ല. ഇത്രയും സംഗതികളൊക്കെ ഇട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേനും ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ വാഴക്കൂമ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മിക്സ് എല്ലാം നന്നായിട്ട് അതിലേക്ക് പിടിക്കുന്നവരേക്കും ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഇതിലോ അല്ലെങ്കിൽ തേങ്ങാക്കൂട്ടിലോ ഉപ്പ് തീരെ ചേർത്തിട്ടില്ല കേട്ടോ. ഉപ്പ് നമ്മൾ ഇപ്പോഴല്ല, ഏറ്റവും ഫൈനൽ സ്റ്റേജിലാണ് ചേർക്കുന്നത്. ഉപ്പ് ഇപ്പോൾ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, പക്ഷേ നമ്മളിങ്ങനെ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ 2 തവണ ചേർക്കുമ്പോൾ കൂടി പോയാലോ എന്നുള്ള പേടി കൊണ്ടിട്ടാണ് ഞാൻ ഉപ്പ് ചേർക്കാഞ്ഞത്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇത് അടച്ചു വെച്ച് വേവിക്കുക. വേവിച്ചതിന് ശേഷം നമ്മുടെ തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഉടനെ തന്നെ ഇളക്കി കൂട്ടരുത് കേട്ടോ. ആ തേങ്ങാക്കൂട്ട് കയ്യിൽ വെച്ചിട്ട് പതിയെ ഒന്ന് എല്ലായിടത്തേക്കും, അതായത് ആ വാഴക്കൂമ്പ് നമ്മൾ മുളകും എല്ലാം മിക്സ് ചെയ്തിട്ടിട്ടുള്ള ആ കൂട്ടിലേക്ക് ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കുക. തുറന്നതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടുക. നമ്മുടെ വാഴക്കൂമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിൽ വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം വെളിച്ചെണ്ണയൊക്കെ നമ്മൾ ഇതിൽ ഓൾറെഡി ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ അവസാനം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അധികമായി പോവും. അപ്പോൾ ഭയങ്കരമായിട്ട് വെളിച്ചെണ്ണയുടെ കഴിക്കുമ്പോൾ ഒരു മട്ടിപ്പ് രുചി വരും. അപ്പോൾ ഇന്നത്തെ ഡിഷ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.
ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്